ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോയിൽ ആപ്കെ ഇന്തിസാർ മേ എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമിയാണ് നമ്മൾ നോക്കുന്നത്. തുടങ്ങാം. താലീമി സർഗർമിയ പഠന പ്രവർത്തനങ്ങൾ. ബച്ചോ ഹത്ത് ആപ്കെ ഇന്തിസാർ മേ പഠേ ഓർ സവാലോं के ജവാബ് ലിഖേ. എന്താണ് പറഞ്ഞത്? കുട്ടികളെ, ആപ്കെ ഇന്തിസാർ മേ എന്നുള്ള കത്ത് വായിക്കുക, എന്നിട്ടോ സവാലോं के ജവാബ് ലിഖേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാം. ജമീൽ കിസ് മുക്കാബലെ മേ അവൽ ആയ. ആദ്യത്തെ സവാൽ ഇതാണ്. ജമീൽ ഏത് മത്സരത്തിലാണ് ഒന്നാമതായത്? നമുക്കറിയാം, പദ്യം ചൊല്ലൽ മത്സരത്തിലാണ് അവൻ ഒന്നാമതായത്, അല്ലേ? അപ്പം നമുക്ക് കിസ് അഥവാ ഏത് എന്നുള്ള ആ ഒരു വാക്ക് മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ജമീൽ നസ്മ ഹാനി കെ മുക്കാബലെ മേ അവൽ ആയ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരമായി. ഓക്കെ, ഇനി അടുത്തത് ജമീൽ നെ ബായി ജാൻ കെ നാം ഹത്ത് ക്യോ ലിഖ. ജമീൽ ബായി ജാൻ്റെ പേരിൽ കത്ത് എന്തിനാണ് എഴുതിയത്? ഈ ഒരു സംഭവം അവനെ അറിയിക്കാനാണല്ലേ, ബായി ജാനെ അറിയിക്കാനായിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ജമീൽ നസ്മ ഹാനി കെ മുക്കാബലെ മേ അവലായ യേ ഖബർ ബായി ജാൻ को पहुंचाने के लिए ജമീൽ ഹത്ത് ലിഖ. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ഇത് എഴുതുന്നു, ഈ വരി. ജമീൽ നസ്മ ഹാനി കെ മുക്കാബലെ മേ അവൽ ആയ, പിന്നെ യേ ഖബർ ബായി ജാൻ കോ പഹുഞ്ചാനെ കെ ലിയെ ജമീൽ ഹത്ത് ലിഖ. അപ്പോൾ ഇതാണ് രണ്ടാമത്തേതായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രവർത്തനം. ബച്ചു ആപ്നെ ഡാക് ഘർ ദേക്കാ ഹേന. എന്താ പറഞ്ഞത്? കുട്ടികളെ, നിങ്ങൾ ഡാക്ക് ഘർ കണ്ടിട്ടില്ലേ? അഥവാ പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടില്ലേ? ഡാക് ഘർ സേ തഅല്ലുഖ് രഖ്നെ വാലെ അൽഫാസ് ലിഖേ. ഡാക്ക് ഘറുമായി ബന്ധപ്പെട്ട അൽഫാസുകൾ എഴുതാം. ഓർ ഉൻകി മദദ് സേ ജുംലെ തയ്യാർ കരേ. പിന്നെയോ, എന്നിട്ട് അവയുടെ സഹായത്താൽ ജുംല തയ്യാറാക്കാം. അപ്പോൾ ഡാക്ക് ഘറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചിത്രങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതിൻ്റെ അൽഫാസുകളും ജുംലയുമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഡാക്ക് ഘർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസ്. ഇനി ഇവിടെ ഡാക്കിയ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അഥവാ പോസ്റ്റ് മാൻ. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് എഴുതണം. പോസ്റ്റ് ഓഫീസിനെയാണ് എന്ത് പറയുന്നത്? ഡാക്ക് ഘർ. ഇനി ഡാക്കിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മാൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാമ്പ് ഉണ്ട്, അല്ലേ? അതിന് നമ്മൾ പറയാം ഡാക്ക് ടിക്കറ്റ് സ്റ്റാമ്പ്. ഇനി ഈ കവറിനെ നമ്മൾ പറയുന്നത്, പോസ്റ്റൽ കവറിനെ പറയുന്നത് ലിഫാഫ എന്നാണ്. ലിഫാഫ, കത്തിടുന്ന ആ ഒരു കവറിനെ പറയുന്നത്. ഇനിയിപ്പോൾ പോസ്റ്റൽ കാർഡ് ഉണ്ട്, അല്ലേ? ഡാക്ക് കാർഡ് ഉണ്ട്, പോസ്റ്റൽ കാർഡ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഡാക്ക് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോസ്റ്റ് ബോക്സ് ഉണ്ടാവും. പോസ്റ്റ് ബോക്സിനെ നമ്മൾ പറയുക ഡാക്ക് ബോക്സ് എന്നാണ് കേട്ടോ. പോസ്റ്റ് ബോക്സ്, കത്തുകൾ കൊണ്ടുപോയി ഇടുന്ന ആ ഒരു പെട്ടി. ഇനിയിപ്പോൾ അതുപോലെ തന്നെ സീലുണ്ട്. സീലിനെ പറയുക ഡാക്ക് മുഹർ എന്നാണ്. ഡാക്ക് മുഹർ അഥവാ സീല്. ഇനിയിപ്പോൾ ഇൻലൻഡ് ഉണ്ട്, അല്ലേ? ഇൻലൻഡ് ഉണ്ട്. പിന്നെ ലിഫാഫ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഡാക്ക് കാർഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ കത്ത് എന്നുള്ളതും പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് കത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, അല്ലേ? പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, ഡാക്ക് മാസ്റ്റർ ഉണ്ട്, അതെഴുതാം. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചതും അതിലില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് തയ്യാറാക്കണം? ഇവിടെ ജുംല തയ്യാറാക്കണം. ഡാക്ക് ഘർ മേ ഡാക്കിയാ ഹേ. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാൻ ഉണ്ട്. അപ്പം ഇനി നമുക്ക് എഴുതാലോ, പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡാക്ക് ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ എഴുതാലോ. ഒരു 2 നമുക്ക് എഴുതാം, ബാക്കി നിങ്ങൾ എഴുതുക.
ഡാക്ക് ഘർ മേ, ഡാക്ക് ബോക്സ് ഹേ അല്ലേ, ഡാക്ക് ബോക്സ് ഉണ്ട്. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഡാക്കിയ ഹത്ത് ലാത്ത ഹേ അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ എഴുതാം ഡാക്ക് ഘർ മേ ഡാക്ക് ടിക്കറ്റ് ഹേ. അപ്പം ഇങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള വാക്കുകൾ വെച്ചും ജുംല തയ്യാറാക്കുക. ഇനി വൈവിധ്യമായി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം, പോസ്റ്റ് മാനാണ് പോസ്റ്റ് കത്ത് കൊണ്ടുവരുന്നത്, നമ്മൾ കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വൈവിധ്യമായി എഴുതാൻ കഴിയുന്നവർ അങ്ങനെയും എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ, അടുത്ത പ്രവർത്തനം ഹത്ത് പോസ്റ്റ് കർനെ കെ ലിയെ ജമീൽ ഡാക്ക് ഘർ ഗയ. ഹത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്, കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് ജമീൽ പോസ്റ്റ് ഓഫീസിൽ പോയി. വഹാ പോസ്റ്റ് മാസ്റ്റർ സെ മുലാഖാത്ത് ഹുയി. അവിടെ പോസ്റ്റ് മാസ്റ്ററുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് മാസ്റ്ററെ കണ്ടു. ജമീൽ പോസ്റ്റ് മാസ്റ്റർ സെ പൂച്ച്നെ ലഗ. ജമീൽ പോസ്റ്റ് മാസ്റ്ററോട് ചോദിക്കാൻ തുടങ്ങി. ജമീൽ പറയുകയാണ് ആദാബ് സർ അല്ലേ, ആദാബ് സർ. പോസ്റ്റ് മാസ്റ്റർ പറയണു ആദാബ് ബേട്ടെ ക്യാ ചാഹേ, ആദാബ് ബേട്ടെ ക്യാ ചാഹേ. എന്ത് വേണം, എന്താ വേണ്ടത് ജമീലിന്, എന്താ വേണ്ടത്, അതെ ഹത്ത് പോസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പം എന്തായിരിക്കും പറയാം, സർ മുझे एक खत पोस्ट करना है. ഹത്ത് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് മാസ്റ്റർ എന്തായിരിക്കും അടുത്തായി ചോദിക്കാം, ക്യാ, ഇതിൽ അഡ്രസ്സൊക്കെ കറക്റ്റായി എഴുതിയിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. ക്യാ ആപ്പ് ഇസ്മേ പത്താ ലിഖാ ഹേ അല്ലേ, വിവരം അല്ലെങ്കിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടോ, പത്താ ലിഖാ ഹേ. അപ്പം എന്ത് പറയാം ജമീലിന്, ജി ഹാ അല്ലേ, ജി ഹാ സർ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്ത് പറയാം, ടീക്ക് ഹേ അല്ലേ. ശരി, ഞാനിതൊരു ചെറിയൊരു സംഭാഷണമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ രീതിയിൽ, വേറെ ജമീൽ ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻസും പോസ്റ്റ് മാസ്റ്റർ പറയുന്ന ഉത്തരവൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി വേറൊരു രീതിയിലുള്ള സംഭാഷണവും തയ്യാറാക്കും. അടുത്തത് ബായി ജാൻ കോ ഖുഷ് ഖബരി ദേനെ കെ ലിയെ ജമീൽ ഹത്ത് ലിഖ്താ ഹെ. ബായി ജാന് സന്തോഷ വർത്തമാനം അറിയിക്കാനായിട്ട് ജമീൽ എന്ത് ചെയ്തു, കത്തെഴുതി. ബച്ചോ ആജ് കൽ ഖബർ പഹുഞ്ചാനെ കെ ഓർ ക്യാ ക്യാ ത്വരീകെ ഹെ. എന്താ പറഞ്ഞത്, കുട്ടികളെ ഇന്ന് കാലത്ത് അല്ലെങ്കിൽ ഇക്കാലത്ത് വിവരങ്ങൾ കൈമാറാനായിട്ട് വേറെ ഏതൊക്കെ മാർഗങ്ങളുണ്ട്. തസ്വീർ ദേഖ് കർ ലിഖിയെ. ചിത്രം നോക്കി എഴുതുക. ഞാൻ ആദ്യം പാഠം എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്ന് കത്തുകളെല്ലാം നമുക്ക് ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും അറിയിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവയുടെ പേരുകൾ നമുക്കറിയാം. നമ്മൾ പലരും ഇതിൽ പലതും സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിതിൻ്റെ പേരുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമുക്കതൊന്ന് ഉറുദുവിൽ എഴുതി നോക്കാം. ആദ്യത്തേത് എന്താ, ഇമെയിലാണ്. ഇമെയിൽ നമ്മൾ മെയിൽ അയക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ഇത് മെസ്സേജാണ്, മെസ്സേജുകൾ അയക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം. ഇനി അടുത്തത് ഇൻസ്റ്റഗ്രാം ആണ്. ഇതിൽ മെസ്സേജുകൾ മാത്രമല്ല ഫോട്ടോസും സ്റ്റോറിയും വീഡിയോയും ഒക്കെ ഇടാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഇനി ഇതിൽ യൂട്യൂബാണ് അല്ലേ. യൂട്യൂബിലും അതുപോലെ തന്നെയാണ്. ഇതിൽ അവരിടുന്നതും നമുക്കതിൻ്റെ കമൻറ്റുകളും ഒക്കെ അറിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്സാപ്പും നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇനിയിപ്പോൾ ഇത് ഫേസ്ബുക്കാണ്. അപ്പോൾ ഇതിലെല്ലാം അക്കൗണ്ട് ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, ഏത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സുരക്ഷയും കൂടെ ഉറപ്പുവരുത്തണം. ഇതെല്ലാം നമുക്കറിയാം, മൊബൈലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവയെല്ലാം നമ്മുടെ നന്മയ്ക്ക് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഒരാളുടെയും തിന്മയ്ക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാശത്തിനായിട്ടോ നമ്മൾ ഈ മാർഗങ്ങളൊന്നും ഉപയോഗിക്കരുത്. എന്തുപയോഗിക്കുമ്പോഴും അതിനെല്ലാം ഒരു ലിമിറ്റ് നമ്മൾ തന്നെ
നമുക്ക് വേണ്ടിയിട്ട് തീർക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കത്താകുന്ന സമയത്ത് ഇത്രയും അപകടങ്ങൾ അതിലൊരിക്കലും ഒളിഞ്ഞിരിക്കുന്നില്ല. നമുക്ക് സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരിക്കലും അപകടങ്ങൾ പിടിച്ചു വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇതിലൊരു ദീഗർ സർഗർമിയാണുള്ളത്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ദീഗർ സർഗർമിക്ക് മുന്നായിട്ട് വേറെ ഒരു ചെറിയ പ്രവർത്തനം കൂടെയുണ്ട്. നോക്കൂ, ബച്ചോ പഠിയേ ഓർ സംജിയേ. എന്താണ്? കുട്ടികളെ വായിക്കൂ, മനസ്സിലാക്കൂ എന്നാണ്. ബായി മിഠായി ലാത്താ ഹെ. ബായി മിഠായി കൊണ്ടുവന്നു. ബഹൻ മിഠായി ലാത്തി ഹെ. ബഹൻ മിഠായി കൊണ്ടുവന്നു. എന്താ അർത്ഥം? ബായി മിഠായി ലാത്താ ഹെ, അർത്ഥമല്ല, എന്താണ് ഇതിലെ വ്യത്യാസം? ബായി എന്ന് വന്നപ്പോൾ ഇവിടെ ലാത്താഹെ എന്നാണ് വന്നത്. ബഹൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ലാത്തീഹെ എന്നാണ് പറഞ്ഞത്. കാരണം ഇത് പുല്ലിംഗവും ഇത് സ്ത്രീലിംഗവുമാണ്. അപ്പോൾ ഇതിൽ വാക്കുകളുടെ അവസാനം വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, അബ്ബാജാൻ ദുക്കാൻ സെ ആത്തേഹെ. അച്ഛൻ കടയിൽ നിന്ന് വരുന്നു അല്ലേ. ഇവിടെ ആണെങ്കിലോ അമ്മി ജാൻ സ്കൂൾ സേ. ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ വരുന്നത് ആത്തിഹെ ആണ്. കാരണം അമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട്. ഇനി അടുത്ത ദാദാജാൻ കഹാനി. എന്താ വരിക? ഇവിടെ സുനാത്തേ ഹേ ആണ് വരിക. ഇവിടെ ദാദിജാൻ കഹാനി സുനാത്തി ഹേ. അപ്പോൾ ഇത് നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പുരുഷനാകുന്ന സമയത്ത് അല്ലെങ്കിൽ പുല്ലിംഗമാകുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ താഹേയും തേഹേയും ഉപയോഗിക്കാറുണ്ട്. അതേസമയം നമ്മുടെ സ്ത്രീകളാകുമ്പോൾ അവിടെ തീഹേ തീഹേ ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തതിൽ ദീഗർ സർഗർമിയായിട്ട് മുഹ്തലിഫ് ഡാക് ടിക്കറ്റ് ജമ കർക്കെ ആൽബം തയ്യാർ കരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡാക് ടിക്കറ്റുകൾ അഥവാ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്തിട്ട്, പോസ്റ്റൽ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്തിട്ട് ആൽബം തയ്യാറാക്കണം. അതാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. ഇത് വളരെ രസകരമായ ഒരു പ്രവർത്തനമാണ്. താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.